ഹായ് എവ്രി വൺ. അപ്പം നല്ല ഇളമ്പക്ക, നമ്മളിതിന് ഇളമ്പക്കാന്ന് കേട്ടോ പറയുക, കക്കാന്നും പറയും ഇതിന്. അപ്പം നല്ല ഇളമ്പക്ക വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം കഴുകിയിട്ട് നമുക്ക് തൃപ്തി വരുന്നോ അത്രത്തോളം കഴുകിക്കോ. ഞാൻ ഹാഫ് kg ആണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഈ കഴുകുന്ന കണ്ടിട്ട് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇത് കഴുകി ഇതിപ്പോൾ 100 ഗ്രാം ആക്കുന്നു. പക്ഷേ ഞാൻ തളരില്ല, ഞാൻ കഴുകിക്കൊണ്ടിരിക്കുക. കഴുകിയതിന് ശേഷം നീറ്റായതിന് ശേഷം അതിൽ ഉപ്പും മുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് സമയത്തേക്ക് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അത് റെഡിയായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ താരങ്ങളായ ഉള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് തക്കാളി നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി മതി. ആദ്യം തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് തക്കാളി നന്നായി ഉടഞ്ഞ് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കൊടുക്കുക. മുളക് പൊടി ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് കാശ്മീരി മുളകാണ്, എരിവൊന്നുമില്ല. സോ അതുകൊണ്ട് ഞാനൊരു കുറച്ചധികം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും ആ ഒരു പൊടിയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ റെഡിയാകുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ, പച്ചമണം മാറുന്നത് വരെ. അതിലേക്ക് നമ്മളുടെ താരത്തിന് ഇടുക, ഇളമ്പക്ക ഇറച്ചി ഇടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മസാല ഇതിൽ പിടിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, ആവിയിൽ തന്നെ അത് സെറ്റായിക്കോളും, ഓൾറെഡി വന്നതാണത് അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ടത് ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം കുറേ ഹാഫ് kg വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നന്നായിട്ടത് മിക്സ് ചെയ്യുക, എല്ലാത്തിലും ആ മസാല എല്ലാത്തിലും പിടിക്കണം. ഓക്കെ, എന്നിട്ട് അത് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കുക. അതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം, അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതേ ഇതിലാണ് കേട്ടോ. അതായത് വെളുത്തുള്ളിയും ജീരകവും തേങ്ങയാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം ഈ വെളുത്തുള്ളിയും ജീരകത്തിൻ്റെയും ചതച്ചിട്ടാണ് ഇതിലിടുന്നത്, വേറെ തന്നെ ഒരു മണം വരും. ഒരുവിധം ഈ നമ്മൾ ഇളമ്പക്കൽ സെറ്റായി ആ മസാലയൊക്കെ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റാണ് തേങ്ങ ഇടുക. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഉടച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക വേണ്ട കേട്ടോ. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒത്തിരി എത്രത്തോളം തേങ്ങ ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് തേങ്ങ ഇട്ടു അതിൽ, തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ഒരു കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക, വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് ബാക്കി കുറച്ച് തേങ്ങ കൂടി ഉണ്ടായിരുന്നു, ഞാൻ അതും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റായി. അതിലേക്ക് കുറച്ച് ഓയിലിട്ട് ഒഴിച്ചിട്ടുണ്ട്, കാരണം വേറെ വെള്ളമൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ട്. അതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കണം. കാരണം ആ തേങ്ങയും എല്ലാം അതിലേക്കൊന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അത് അടുപ്പ് മാറ്റി ഇളക്കിക്കൊണ്ടിരിക്കാൻ മറന്നു പോകരുത്. പിന്നെ ആവശ്യാനുസരണം നമ്മളുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഈ പറഞ്ഞ പോലെ എത്രത്തോളം ഇടുന്നു ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, ഗുണവും ടേസ്റ്റും എല്ലാം കൂടും. അപ്പോൾ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് പൊടിയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ആ ഒരു എരിവും കുരുമുളകിൻ്റെയും എല്ലാത്തിൻ്റെ ടേസ്റ്റും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട, നമ്മൾ ഇളമ്പക്ക ഉണ്ടെങ്കിൽ അത് മാത്രം മതി ചോറുണ്ടാണ്, എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ അതും ഈ കുരുമുളക് ഇട്ടതിന് ശേഷം ഒരു നുള്ള് കുറച്ചും കൂടി ഒരൊറ്റ വെളിച്ചെണ്ണയും കൂടി ഇട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റാക്കി വെക്കണം കേട്ടോ. അതെല്ലാം സെറ്റാക്കി വെച്ച് ഒരു കുറച്ച് സമയം കൂടി അടിച്ചു വെച്ചാൽ റെഡി നമ്മളുടെ ഇളമ്പക്ക മസാല റോസ്റ്റ് എന്ത് വേണേലും പറയാം, അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല മാച്ചാണ്. ഒന്നുമില്ലാതെയും കഴിക്കാൻ ചോറിൻ്റെ കൂടെ, അല്ലെങ്കിലും പിന്നെ മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാച്ചായിരിക്കും, സാമ്പാറൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.